നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ആഗസ്റ്റ് 5 തിങ്കളാഴ്ച 2024. പ്രധാന വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇന്ന് 93 പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസുമായും ഭരണകക്ഷി പ്രവർത്തകരുമായും പ്രതിഷേധക്കാർ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 10,000-കണക്കിന് സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും സ്റ്റൺ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവരെ അനുശോചിച്ച് സൗദി രാജാവ് സൽമാനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അനുശോചന സന്ദേശം അയച്ചു. വയനാട് ദുരന്തത്തിൽ നിരവധി ആളുകൾ മരിച്ചതായും പലർക്കും പരിക്കേറ്റതായും അനവധി ആളുകളെ കാണാതായതായും സംബന്ധിച്ചുള്ള വാർത്തകൾ അറിഞ്ഞതായും ഇരുവരും അനുശോചന സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ വഖഫ് ബോർഡുകളിൽ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിൽ വഖഫ് ബോർഡിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്താൻ ശുപാർശയെന്ന റിപ്പോർട്ട്. ദേശീയ മാധ്യമങ്ങളാണ് ബന്ധപ്പെട്ട സോഴ്സുകളെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിൽ പ്രകാരം സംസ്ഥാനങ്ങളിലും കേന്ദ്ര കൗൺസിലിലും 2 വനിതകളെ നിയമിക്കും. നിലവിൽ വഖഫ് ബോർഡുകളിലോ സംസ്ഥാന കേന്ദ്ര കൗൺസിലുകളിലോ സ്ത്രീകൾക്ക് അംഗത്വമില്ല. പള്ളികളുടെയും ഇസ്ലാമിക മതസ്ഥാപനങ്ങളുടെയും നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് വഖഫ് ബോർഡിന്റെ ചുമതല. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട 8 പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിൽ സർവമത പ്രാർത്ഥനകളോടെ സംസ്കരിച്ചു. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൃതദേഹങ്ങളാണ് ഇവയെല്ലാം. ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്ത് ഇന്നലെ രാത്രി 10:20 സംസ്കാരം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാരം നടന്നത്. വിവിധ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും ശേഷമാണ് സംസ്കരിച്ചത്. പാരീസിൽ അമേരിക്കയുടെ നോഹ ലൈൽസ് വേഗരാജാവ്. ഒളിമ്പിക്സിലെ പുരുഷന്മാരുടെ 100 മീറ്ററിൽ നോഹ ലൈൽസ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. 9.79 സെക്കൻഡിൽ ഓടിയെത്തിയാണ് താരം ഒന്നാമതെത്തിയത്. ജമൈക്കയുടെ കിഷെയ്ൻ തോംസൺ വെള്ളിയും അമേരിക്കയുടെ ഫ്രെഡ് കെർലി വെങ്കലവും സ്വന്തമാക്കി. തോംസൺ 9.79 സെക്കൻഡ് സമയം കുറിച്ചപ്പോൾ ഫ്രെഡ് കെർലി 9.81 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. കിഷെയ്ൻ തോംസനെ 0.005 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നോഹ പിന്തള്ളിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് പരാതി പരിഹാര സെൽ രൂപീകരിച്ചു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരിശോധിക്കുക. ശ്രീറാം വി IAS നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുക. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാനാണ് താൽക്കാലിക സമിതി രൂപീകരിച്ചത്. ഇതിനായി മൊബൈൽ നമ്പരും ഇമെയിൽ വിലാസവും പുറത്തിറക്കി. മണ്ണിടിഞ്ഞ് ട്രക്ക് ഡ്രൈവർ അർജുനെ കാണാതായ ഷിരൂരിൽ ഞായറാഴ്ച തിരച്ചിലിൽ എത്തിയവർക്ക് കളക്ടർ അനുമതി നിഷേധിച്ചു. അമാവാസിയായതിനാൽ ഗംഗാവാലിപ്പുഴയിൽ നീരൊഴുക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ എത്തിയ ഉടുപ്പിയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയെയും സംഘത്തെയും ഒഴുക്ക് കുറഞ്ഞില്ലെന്ന് കാട്ടിയാണ് വിലക്കിയത്. സ്ഥലത്തെത്തിയ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ 2 ദിവസം കൂടി അങ്കോളയിൽ തുടരുമെന്ന് അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ മടങ്ങിയതോടെ ഇവിടുത്തെ എല്ലാ തരത്തിലുമുള്ള തിരച്ചിലും കർണാടക സർക്കാർ അവസാനിപ്പിച്ചിരുന്നു. കർണാടക ഷിരൂരിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. ഞായറാഴ്ച പകൽ 12:30 കോഴിക്കോട് കണ്ണാടിക്കലിലെ മൂലാടിക്കുഴിയിൽ വീട്ടിലെത്തി മുഖ്യമന്ത്രി അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരങ്ങളായ അഞ്ജു, അഭിജിത്ത്, അഭിരാമി എന്നിവരുമായി സംസാരിച്ചു. അർജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഷിരൂരിൽ ഞായറാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തുടങ്ങിയിട്ടില്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിയെ അറിയിച്ചു. സന്നദ്ധനായി വന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ പുഴയിലിറങ്ങാൻ അനുവദിച്ചില്ല. കേസെടുക്കുമെന്ന് പറഞ്ഞതിനാൽ അദ്ദേഹം തിരിച്ചുപോയി. അർജുന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു.
സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹകരണവും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കുടുംബം ഒപ്പം നിന്നതിലുള്ള നന്ദിയും അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. പുത്തുമലയുടെ നെഞ്ചുകീറിയ പുഴ ഇപ്പോൾ ശാന്തമാണ്. പുത്തുമലയിലെ ഓർമ്മകൾക്ക് 5 ആണ്ട് തികയുന്നു. മലയടിവാരത്തിലൂടെയാണ് പൊട്ടിയൊലിക്കുന്ന ചൂരൽമലയിലേക്ക് ആംബുലൻസും സേനാവ്യൂഹങ്ങളും ലൈറ്റിട്ട് പായുന്നത്. കടന്നു പോകുന്നവരുടെ കണ്ണുകളിലെല്ലാം ആ പച്ചക്കാട് ഉയർന്നു വരും. അകലെ കുന്നിൻമുകളിൽ 17 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിൻ്റെ ഈ പ്രഭവ കേന്ദ്രം കാണാം. മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ ഗ്രാമത്തിൻ്റെ ശേഷിപ്പുകൾ റോഡിൻ്റെ ഓരത്തുണ്ട്. തേയിലക്കാടുകളുടെ വിങ്ങൽ ഇപ്പോഴും ശമിച്ചിട്ടില്ല. പുത്തുമലയെ ഇല്ലാതാക്കിയ ദുരന്തത്തിന് 5 വർഷം തികയുകയാണ്. കേരളം മുങ്ങിയ 2019 ആഗസ്റ്റ് 8-നായിരുന്നു പുത്തുമലയുടെ മുകളിൽ നിന്ന് പച്ചക്കാട് കുത്തിയൊലിച്ചത്. വൈകിട്ട് 4-ന് ഉരുൾപൊട്ടി. പുത്തുമല ചാലിയാറിലേക്ക് ഒഴുകി. 100-ലധികം വീടുകളും 17 മനുഷ്യജീവനും ഒലിച്ചുപോയി. വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും മണ്ണടിഞ്ഞു. ഹെക്ടർ കണക്കിന് ഭൂമി നാമാവശേഷമായി. മണിക്കൂറുകൾക്ക് മുമ്പ് പ്രദേശത്തെ ഭൂരിപക്ഷം പേരെയും ഒഴിപ്പിച്ച ജാഗ്രതയാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഒഴിച്ചുപോയ വീടുകളിൽ താമസിച്ചിരുന്നത് 400ഓളം പേരായിരുന്നു. പുത്തുമലക്കാരെ സർക്കാർ മേപ്പാടി പൂത്തകൊല്ലിയിൽ പുനരധിവസിപ്പിച്ചു. സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ 63 വീടുകൾ നിർമ്മിച്ചു നൽകി. ശേഷിച്ചവർക്ക് വീടും സ്ഥലവും വാങ്ങാൻ പണവും നൽകി. ജീവിതം വീണ്ടും തളിരിടുമ്പോഴാണ് തൊട്ടടുത്ത ചൂരൽമലയെയും മുണ്ടക്കയെയും ഉരുളെടുത്തത്. പുത്തുമല ദുരന്തത്തിൻ്റെ ദുരനുഭവം പേറുന്നവരായിരുന്നു ഇവരും. പുത്തുമലയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല. പുത്തുമലക്കാരുടെയും അങ്ങാടിയായിരുന്നു ചൂരൽമല. 5 കിലോമീറ്ററാണ് പുത്തുമലയ്ക്കും മുണ്ടക്കയ്ക്കും ഇടയിൽ ദൂരം. കുട്ടികളടക്കം 70 പേരുടെ ജീവനെടുത്ത മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിന് ചൊവ്വാഴ്ച 4 വർഷം പൂർത്തിയാകും. ദുരന്തം അതിജീവിച്ചവർക്കും മരിച്ചവരുടെ ബന്ധുക്കൾക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകി പുനരധിവാസവും മാതൃകാപരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ അന്ന് പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ഇനിയും നൽകിയിട്ടില്ല. മൂന്നാറിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ കണ്ണൻദേവൻ കമ്പനിയുടെ പെട്ടിമുടി തേയിലത്തോട്ടത്തിലാണ് ദുരന്തം ഉണ്ടായത്. 22 കുടുംബങ്ങൾ താമസിച്ചിരുന്ന 4 ലയങ്ങളുടെ മുകളിലേക്ക് 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഉരുൾപൊട്ടി മലയിടിഞ്ഞ് എത്തുകയായിരുന്നു. 82 പേരിൽ രക്ഷപ്പെട്ടത് 12 പേർ മാത്രമാണ്. 4 പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. ഇതുകൂടി മരണമായി കണക്കാക്കിയായിരുന്നു സഹായ വിതരണം. മലപ്പുറത്തെ പാണ്ടിക്കാട് നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസിൻ്റെ ആൻറ്റിബോഡി സാന്നിധ്യം. നിപ ബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെടുത്ത സാമ്പിളുകളിലാണ് ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത്. പഴംതീനി വവ്വാലുകളിൽ നിന്നായിരുന്നു സാമ്പിളുകൾ എടുത്തത്. 27 സാമ്പിളുകളിൽ 6 എണ്ണത്തിലാണ് ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയത്. നിപ മാർഗനിർദ്ദേശപ്രകാരം ഇതുവരെ നടത്തിയ പരിശോധനകളിൽ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. ആകെ 472 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 21 ദിവസം ഐസൊലേഷൻ പൂർത്തിയാക്കിയ 261 പേരെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. വയനാടിന് കരുതലും കരുത്തുമായി ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രി ശേഖരിച്ചും ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തിയും ബസ് സർവീസ് നടത്തിയും വേതനം നീക്കിവെച്ചും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകുന്നു. കഴിഞ്ഞ ദിവസം മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് KN രവീന്ദ്രനാഥിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കൽ ചടങ്ങിൽ പിഴല സ്വദേശി സോഫി സെബാസ്റ്റ്യൻ സ്വന്തം വള വിറ്റ് ലഭിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുക ഏറ്റുവാങ്ങി. വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ നിയമനിർമ്മാണത്തിന് മോദി സർക്കാർ ഒരുങ്ങുന്നു. 1995 കേന്ദ്ര വഖഫ് നിയമത്തിൽ 40ഓളം ഭേദഗതി നിർദ്ദേശിക്കുന്ന ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. ബിൽ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രി സഭായോഗം അനുമതി നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വഖഫ് ബോർഡുകളുടെ സ്വയംഭരണത്തെ ബാധിക്കുന്ന നിർദ്ദേശങ്ങളാണ് ബില്ലിൽ ഉള്ളത്. വസ്തുവകകൾ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള ബോർഡിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രധാന ഭേദഗതി. സ്വത്ത്
വഖഫ് ബോർഡ് ഏറ്റെടുക്കാനുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കും. സ്വത്ത് വഖഫ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സർക്കാർ ഏജൻസികളുടെ പരിശോധന നിർബന്ധമാക്കും. വഖഫ് സ്വത്തുക്കളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിൻ്റെയും സംസ്ഥാന വഖഫ് ബോർഡിൻ്റെയും ഘടനയിലും മാറ്റം വരുത്തും. വഖഫ് സ്വത്തിലുള്ള തർക്കങ്ങളിലും പരിശോധന ഉണ്ടാകും. ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോ 8 മാസത്തിനിടെ പ്ലാറ്റ്ഫോം ഫീസ് ഇനത്തിൽ വാരിക്കൂട്ടിയത് 83 കോടി രൂപ. കഴിഞ്ഞ ആഗസ്റ്റിൽ പ്ലാറ്റ്ഫോം ഫീസ് ഏർപ്പെടുത്തിയ ശേഷം കമ്പനിയുടെ വരുമാനം 27% വർദ്ധിച്ചു. ഒരു പൊതിക്ക് 2 രൂപ ആയിരുന്ന പ്ലാറ്റ്ഫോം ഫീസ് ഇപ്പോൾ പ്രധാന നഗരങ്ങളിൽ 6 രൂപ ആക്കിയിട്ടുണ്ട്. 2024 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 7,792 കോടിയാണ് കമ്പനിയുടെ വരുമാനം. ഭക്ഷണ വിതരണ സ്ഥാപനമായ സ്വിഗ്ഗിയും പ്ലാറ്റ്ഫോം ഫീസ് വാങ്ങുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 11 മാണ്ഡി ജില്ലയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. സോനം 23 വയസ്സ് 3 മാസം പ്രായമുള്ള മാൻവി എന്നിവരുടെ മൃതദേഹങ്ങൾ മാണ്ഡി ജില്ലയിലെ പഥർ പ്രദേശത്തെ രാജ്ഭാൻ ഗ്രാമത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. കുളുവിലെ നിർമ്മത്, സൈൻസ്, മലാന, മണ്ഡിയിലെ പഥാർ, ഷിംലയിലെ രാംപൂർ സബ് ഡിവിഷൻ എന്നിവിടങ്ങളിൽ ജൂലൈ 31 രാത്രിയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 40ഓളം പേരെ പ്രളയത്തിൽ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സ്നിഫർ ഡോഗ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. സൈന്യം, NDRF, SDRF, ITBP, CISF, ഹിമാചൽ പ്രദേശ് പോലീസ്, ഹോംഗാർഡുകൾ എന്നിവരടങ്ങുന്ന 410 രക്ഷാപ്രവർത്തകർ ദൗത്യത്തിൽ ഉണ്ട്. പ്രളയബാധിതർക്ക് സംസ്ഥാന സർക്കാർ 50,000 രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഗ്യാസ്, ഭക്ഷണം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയ്ക്കൊപ്പം അടുത്ത 3 മാസത്തേക്ക് പ്രതിമാസം 5,000 രൂപ വാടക ഇനത്തിൽ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. നീറ്റ് ഉൾപ്പെടെ വിവിധ പരീക്ഷകൾ നടത്തുന്ന ദേശീയ പരീക്ഷാ ഏജൻസി NTA-ക്ക് 6 വർഷം കൊണ്ട് നേടിയത് 448 കോടിയുടെ ലാഭം. പരീക്ഷാർത്ഥികളുടെ ഫീസിനത്തിൽ 3,512.98 കോടി ശേഖരിച്ച NDA പരീക്ഷയ്ക്കായി ചെലവിട്ടത് 3,064.77 കോടി മാത്രം. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗന്ധ മഞ്ജുദാർ രാജ്യസഭയെ അറിയിച്ചതാണ് ഇക്കാര്യം. അയൽ രാജ്യങ്ങളിലേക്കുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണങ്ങൾക്ക് തിരിച്ചടി ആസന്നമായതോടെ മധ്യപൗരസ്ത്യ ദേശം യുദ്ധ ഭീഷണിയിൽ. ഹിസ്ബുള്ള ഞായറാഴ്ച വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രയേലിന്റെ മിസൈൽ കവച സംവിധാനം അവയെ തടുക്കുന്ന ദൃശ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല. പിന്നാലെ ഗാസ മുനമ്പിൽ അഭയാർത്ഥി ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന 2 സ്കൂളുകളിൽ ഇസ്രയേൽ ബോംബിട്ടു. നിരവധി കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെയോടെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ലെബനനിലുള്ള പൗരരോടെ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയും കാനഡയും ഉൾപ്പെടെ 12 രാജ്യങ്ങൾ ലെബനനിലെ സ്വന്തം പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലയുന്ന ഉത്തര കൊറിയയെ സഹായിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് അയച്ച സന്ദേശത്തിലാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത്. ജൂലൈ 27 പെയ്ത റെക്കോർഡ് മഴയിൽ ചൈനയോട് ചേർന്നുള്ള രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. വെള്ളപ്പൊക്കത്തിൽ 1,500 പേർ മരിച്ചെന്നോ കാണാതായെന്നോ കരുതപ്പെടുന്നു. 4,000-ഓളം വീടുകൾ തകർന്നുവെന്നും 5,000-ഓളം പേർ ഒറ്റപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രളയ മേഖലയിൽ കിം നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ പ്രളയക്കെടുതിയെക്കുറിച്ച് ദക്ഷിണ കൊറിയ അവാസ്തവ പ്രചരണം നടത്തുന്നതായി ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തി. ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഗ്. സ്വന്തം നടപടികളുടെ പേരിൽ തന്നെ ഇസ്രയേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും ഇറാൻ പാർലമെന്ററി പ്രത്യേക സമ്മേളനത്തിൽ മുഹമ്മദ് ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.